18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യപ്പെടാം, ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യപ്പെടാം, ആ തരത്തിലൊക്കെ ചൂഷണം ചെയ്യപ്പെട്ട് അവസാനം ഭ്രാന്ത് പിടിച്ച് ആ സെല്ലിനകത്ത് കിടക്കണു. പെൺകുട്ടികൾ പോലും അടിമപ്പെടുന്നു. വളരെ ജാഗ്രതയോടെ ഇരിക്കണം. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, എല്ലാവരോടും പരസ്പരം കൊടുത്തും വാങ്ങിയും മിങ്കിൾ ചെയ്ത് നമ്മുടെ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കണം, അവരെ ഭക്ഷണം ഇങ്ങോട്ട് വേണം, ഇങ്ങനെയൊക്കെ പരസ്പരം സഹകരണത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ പഠിപ്പിക്കുമ്പോഴും ഇപ്പോൾ പലപ്പോഴും അതുപോലും ഒരു സംശയത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുക. മക്കളൊക്കെ ഉണ്ട്, കുട്ടികൾക്കൊക്കെ ഒരു പരിപാടിയുണ്ട്. ചിലപ്പോൾ 4-5 കൂട്ടുകാർ ഒന്നിച്ച് പോയിട്ട് ചില പ്രത്യേക കൂൾ ബാറിലൊക്കെ പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കൽ, ഒരു ജ്യൂസൊക്കെ വാങ്ങി കഴിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ്, ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളുടെ ഒരു കസിനാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് വേറെ ഒരാൾ കൂടി നുഴഞ്ഞു കയറും. ഈ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കുമ്പോൾ, അതാ എൻ്റെ ജ്യൂസ് ഇതാ എന്ന് പറഞ്ഞ് നീക്കി വെച്ച് കൊടുക്കുമ്പോൾ ഈ വിരലിൻ്റെ ഈ ഒരു